ഇവിടെ ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൺ ഇന്ത്യ കൈറ്റ് ടീം നടത്തുന്ന പട്ടം പറത്തൽ ഷോ ആണ്. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡാൻസ്ലർ സ്വീറ്റ്. ഇന്ന് നമ്മളുള്ളത് ബേപ്പൂർ ഇൻ്റർനാഷണൽ ഫെസ്റ്റിൻ്റെ ഡേ ഫസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് കാണിക്കുന്നത് കൈറ്റ് ഫെസ്റ്റ് ആണ്. കഴിഞ്ഞ ഇയറിലും ഇതേപോലെ തന്നെ കൈറ്റ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പട്ടങ്ങൾ പല സ്ഥലത്തുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ പറത്തുന്നതാണ് കേട്ടോ. അപ്പോൾ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് അവർ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഈവനിങ് ആണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. മണ്ണി കളിക്കുന്നുണ്ട് ഗൈസ്. ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ചെറുതാണ് ഗൈസ് പട്ടം. പിന്നെ ഇത്ര വെറൈറ്റി ആയിട്ടുള്ള ഗൈസ്, പാരഷൂട്ടിൽ നമ്മളെ തലക്ക് മീതെ ഒരാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാളല്ല വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു ഈവനിങ് ആണ്. നമുക്ക് ഈ പാരഷൂട്ടിൻ്റെ കാഴ്ചകളാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ എയർ ഷോ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നേ ചെയ്ത വീഡിയോസ് എല്ലാവരും പോയിട്ട് കാണാം. അതേപോലെ തന്നെ ഇനിയും എല്ലാം ഞാൻ മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ ഇയറിലേക്കാളും കൈറ്റ്സ് എനിക്ക് തോന്നുന്നു ഭയങ്കര കുറവാണെന്ന്. പിന്നെ ഇനി നാളെ ആയിരിക്കും ചിലപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്യലുണ്ടാവാം. നല്ല ആറുണ്ടായിരുന്നു. കാണാത്തവരെല്ലാവരും വന്നിട്ട് കാണാം. എന്തായാലും മിസ് ചെയ്യാം.
നമുക്ക് അപ്പുറത്തോട്ട് പോയോക്കാം. അതിന്റെ അപ്പുറത്തല്ലേ, അതെന്താ നമുക്ക് പോയോക്കിയാലോ അതിലൂടെ. അപ്പുറത്തേക്ക് പോയോക്കുന്നുണ്ടോ ബസ്സല്ല, അതിന്റെ അപ്പുറത്ത് എന്തൊക്കെ ഉള്ളത് കുതിരുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് അതെന്താ ലയണാണോ? നായ്ക്കുട്ടിയോ? അയ്യോ ഇവിടെ കെട്ടിക്കണതല്ല, ഇവിടെ കെട്ടിക്കണറിയാം. ഡെക്കുണ്ട്, പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. എന്താ സാധനം? ഡോഗ. ആ ഇവിടെ സ്റ്റെക്കാ. ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാബത്തൂലും പഞ്ചാബിലും ഉണ്ട്. ഇവിടെ പേപ്പർ ടെസ്റ്റ് കാണാൻ വന്നതാണ്. കേസിന്റെ ഫസ്റ്റത്തതല്ലെങ്കിലും അങ്ങനെ റൗണ്ടാക്കിയ കാപ്പില്ലേ. തൂങ്ങണ് തൂങ്ങുന്നു. നിരന്തരം നിശബ്ദരാക്കപ്പെട്ടവരുടെ ദീർഘനിശ്വാസങ്ങളും അടിച്ചമർത്തപ്പെടുന്നവരുടെ നിലവിളികളും മാത്രം നിറഞ്ഞു നിന്നിരുന്നിടത്ത് എതിർപ്പിന്റെ ഇടിമുഴക്കങ്ങൾ ഉണർത്തിയത് കേരള കൗമുദിയാണ്. പ്രജാസഭയിലും സർക്കാർ ഉദ്യോഗങ്ങളിലും അവർണ വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് സി കേശവന്റെയും കേരള കൗമുദിയുടെയും നേതൃത്വത്തിലുള്ള ചരിത്രത്തിലെ കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിനും വിപ്ലവ പ്രസ്ഥാനത്തിനും സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുന്നതിന് വഴി Bepur International Water Fest and Kite Fest 2004 ഇന്നും നാളെ ബേപ്പൂരും ചാലിയത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൺ ഇന്ത്യ കൈറ്റ് ടീം നടത്തുന്ന പട്ടം പറത്തൽ ഷോ ആണ്. ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു പരിചയമില്ലാത്ത പട്ടങ്ങളാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ധാരാളം പട്ടമായിട്ട് വന്നതാണ്. അവർക്കത് പറത്താൻ വേണ്ട സൗകര്യങ്ങൾ നമ്മുടെ ജനങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് പറത്തണമെങ്കിൽ ധാരാളം സ്ഥലം വേണം.
അത് കാറ്റിന്റെ ഗതിക്കനുസരിച്ചിട്ട് ഉയർത്തേണ്ട സാധനമാണ്. അപ്പൊ അതിന് ആ സ്ഥലം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടുകാരാണ്. പരമാവധി സൈഡിലേക്ക് നിന്ന് അവർ പറത്തുന്ന പല തരത്തിലുള്ള പട്ടങ്ങളുണ്ട്. അത് കാണാനും ആസ്വദിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് തരുന്ന നിർദ്ദേശം അനുസരിക്കാൻ തയ്യാറാവണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നാളെയും ഇത് ഗ്രൗണ്ടിൽ നമ്മുടെ പട്ടംപറത്തൽ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യം 3 മണിക്ക് തുടങ്ങുന്നതായിരിക്കും. എല്ലാ ജനങ്ങളും വരിക. ഇന്ന് പറത്താൻ പറ്റാത്ത ധാരാളം പട്ടം നാളെ പറത്തുന്നതായിരിക്കും. വിവിധ തരത്തിലുള്ള പട്ടങ്ങളുമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പുറത്തു നിന്നും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം കൈറ്റ് ഫ്ലയേഴ്സ് നമ്മുടെ ബേപ്പൂരിലും ചാലിയത്തും ഇപ്പൊ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ചാലിയം ബീച്ചിലും പട്ടം പറത്തൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പട്ടം പറത്തൽ നടത്തുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള അതിന്റെ കലാകാരന്മാരാണ്. നമ്മൾ കണ്ടു പരിചയമില്ലാത്ത പട്ടങ്ങളൊക്കെയാണ് ഇവിടെ പറത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭാവിക്ക് പേടിയാ മോനെ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തുറന്നിക്കണം അവിടെ. അതാ 100 റുപ്യ എടുത്താല് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉള്ളിൽ കയറാം. വൈകുന്നേരം ആയപ്പോ തുറന്നതാ. 100 ആയിട്ടാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഇവിടെ വരുന്ന ആളുകളെ കയ്യിലും ഇവര് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈസ് പട്ടം പറത്താൻ വേണ്ടിയിട്ട്. വേദന ആവണ്ടോടാ. സ്ഥലവകുപ്പ പോവാട്ടോ. ഇവിടെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായെന്ന് തോന്നുന്നു. നല്ല ഹരണ്ട് അല്ലേ. നോക്കിക്കൊണ്ടിരിക്കാം. നല്ല ജനുണ്ടല്ലേ. പിന്നെ ഏകദേശം ഞാൻ കൈറ്റ് ഫെസ്റ്റൊക്കെ അവിടെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ പാരമോട്ടറിങ്ങും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പുതിയൊരു പ്രോഗ്രാമാണ് കേട്ടോ. കാണാൻ നല്ല ഹരം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതൊന്നും സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാത്തതിനും കൊണ്ട് തന്നെ നമുക്ക് നല്ല രസത്തിൽ കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരെല്ലാവരും 5-ാം തീയതിത്തെ പ്രോഗ്രാമിന് വന്നിട്ട് കാണാം. മിസ് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കെങ്കിലും കൂടുതലായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു വാട്ടർ ഫെസ്റ്റിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ ഫുഡ് ഫെസ്റ്റിന് അങ്ങോട്ടേക്ക് നടക്കുമായിരുന്നു. അപ്പം ഒരുപാട് ജനങ്ങളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നൈറ്റ് ആയപ്പോഴേക്കും സത്യം പറയാമല്ലോ തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു കേട്ടോ. അത്രയും ക്രൗഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.